മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ദൈവാനുഭവത്തിൻ്റെയും കരുതലിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും നല്ല ഓർമ്മകളും സ്വപ്നങ്ങളും കുടുംബങ്ങൾക്ക് സമ്മാനിക്കാനായി എൻജിസ് ആർമി ഒരുക്കുന്ന ഒരു സ്വർഗീയ വിരുന്നാണ് മധുരമൊഴി. ഇത് നമ്മെ സഹായിക്കാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ. ജോർജ് ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം എൻജിസ് ആർമി എന്ന് വന്നിരിക്കുന്ന കുടുംബം നമുക്ക് ചിരപരിചിതരായ ബഹുമാനപ്പെട്ട മാർട്ടിൻ ചേട്ടനും മേരിച്ചിജിയുമാണ്. ഇവർ എറണാകുളത്ത് വരുന്നു. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ഈ വിശ്വാസാനുഭവത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് സ്വാഗതം. സങ്കീർത്തനം 133. സഹോദരർ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹരോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് മധുരമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ സംസാര വിഷയവും. സഹോദരങ്ങൾ ഒരുമിച്ച്, മക്കൾ ഒരുമിച്ച് എങ്ങനെ സന്തോഷത്തിൽ ഒരു പങ്കുവെപ്പിൻ്റെ അനുഭവത്തിൽ എങ്ങനെ കുടുംബം ഒന്നിച്ച് വളർന്നു വരാം. ഇതാണ് നമ്മൾ ഇന്ന് നമ്മുടെ മധുരകരമായ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചർച്ച നമുക്ക് തുടങ്ങുന്നത് നമ്മുടെ ജോർജേട്ടൻ തന്നെ ആവാം. ജോർജേട്ട, നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊണ്ടും കൊടുത്തും വളരുന്നതും ആ മക്കൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് നോക്കി വളരുന്നതും ആ ദൈവാനുഭവത്തിൽ വളർന്നു നോക്കുന്ന അനുഭവങ്ങൾ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജോർജേട്ടൻ ഒന്ന് പറയാമോ? സങ്കീർത്തകൻ പറയുന്നത് സഹോദരങ്ങൾ ഒരുമിച്ച് വസിക്കുന്നത് നല്ലതാണെന്നുള്ളതല്ല, അവർ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് നന്നായിരിക്കുന്നു എന്നുള്ളതാണ്. അത് അഭിഷേക തൈലത്തിന് തുല്യമാണ്. എല്ലാ അനുഗ്രഹങ്ങളും, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ട എനിക്ക് തോന്നുന്നു അഭിഷേക തൈലം. അഹ്റോനെ അഭിഷേകം ചെയ്ത അഭിഷേക തൈലം എന്ന് പറയുമ്പോൾ അതിനപ്പുറം ദൈവത്തിന് ഇനിയൊരു അനുഗ്രഹം നൽകാനില്ല എന്നുള്ള അതുപോലെയാണ് എന്ന് പറഞ്ഞ് വലിയൊരു ഉപമയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഒരു കാലത്ത് ഞാൻ വളരെ വിഷമത്തോടെ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം, മാറ്റിത്തരണമേ അല്ലെങ്കിൽ കൂടുതൽ തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്ന കാര്യം ഇപ്പം ഞാൻ മറിച്ച് ചിന്തിക്കുകയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ, എനിക്ക് 4 കുട്ടികളാണ് ഉള്ളത്, 4 പെൺകുട്ടികളാണുള്ളത്. ഞങ്ങൾക്ക് 2 ബെഡ്റൂമും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഭാര്യയും 4 മക്കളും എൻ്റെ അമ്മയും, ഇത്രയുള്ളൊരു കുടുംബത്തിന് 2 ബെഡ്റൂം മാത്രമുള്ളൊരു വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അസൗകര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ എത്രയോ പ്രാവശ്യം തമ്പുരാൻ്റെ മുമ്പിൽ പോയി പരാതി പറഞ്ഞിട്ടുള്ള ആളാണ്. ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ അതിന് മാറ്റം വരികയും ചെയ്തു. പക്ഷെ ഇപ്പം ഞാൻ തിരിഞ്ഞിരുന്ന് ഓർക്കുകയാണ്, അന്ന് ഞങ്ങൾക്ക് 2 ബെഡ്റൂം മാത്രം തന്നതിനാൽ ദൈവമേ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ആ ഒരു ബെഡ്റൂമിൽ 2 കട്ടിലിട്ടിട്ട് അത് ഓരോ കട്ടിലിൽ ഈ 2 പേര് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കിടന്നിരുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള അടുപ്പം, ഇഴയടുപ്പം, സ്നേഹവും പരസ്പരം മറയ്ക്കാനൊന്നുമില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ കുറവുകളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പ്ലസും മൈനസും അറിയാം. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ കുഴപ്പമുണ്ടെങ്കിലും എനിക്ക് അവിടെ ചേച്ചിയുടെ അല്ലെ അനിയത്തിയുടെ എന്ന് എനിക്കത് കോമ്പൻസേറ്റ് കിട്ടും. ആ ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് വളരാനായിട്ട് അത് ഇടയാകും. എനിക്ക് തോന്നുന്നു ഞാൻ എത്ര തലയും കുത്തി നിന്ന് അധ്വാനിച്ചാലും അവരെ ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നോ ഇല്ലയോ എന്നെനിക്ക് പരസ്പരം ഒരു വളർത്തുന്ന ഒരു മനോഹരമായ ഒരു അനുഭവം എനിക്കുണ്ടായി. വാസ്തവത്തിൽ ഇതിൻ്റെ ആ ഗുണമേന്മ വെളിവാകുന്നത് ഇവരൊക്കെ വളർന്ന് വലുതായി കോളേജ് ലെവലിൽ അല്ലെങ്കിൽ അവരവരുടേതായ സ്വന്തം കാലിൽ നിൽക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇവരുടെ കൂട്ടുകാരുടെ ഇടയിൽ, അതുപോലെ തന്നെ ഇവരുടെ ക്ലാസ് റൂമിൽ, ഹോസ്റ്റലുകളിൽ, ഇവിടെയൊക്കെ ഇവർക്ക് കിട്ടുന്ന ആ പ്രാമാണ്യവും പ്രാധാന്യവും അനുഭവങ്ങളുടെ പുറത്തുള്ള കാര്യങ്ങൾ, അത് പ്രാമാണ്യം കിട്ടിയെന്നുള്ളതല്ല ഞാൻ പോയിന്റ് ചെയ്യുന്നത്. അതിന് കാരണമായി അവരിലുള്ള ചില ഇതൊക്കെ നിനക്ക് എവിടുന്ന് മനസ്സിലായിടി എന്ന് ഓരോരുത്തർ വായിച്ചാൽ മതി എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇത് ജോർജേട്ടൻ പറഞ്ഞ സ്വല്പം ഒരു 10-20 വർഷം പുറകിലേക്കുള്ള കാര്യമായിരിക്കും. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് 5 മക്കൾ, അതെല്ലാം തന്നെ വളർന്നു വരുന്ന പ്രായമൊക്കെ ആണല്ലോ. അപ്പോഴത്തേക്ക് ഈ ഒരു ജോർജൻ പറഞ്ഞ ഷെയറിങ്ങിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും മേടിച്ചും വളർന്നതിൻ്റെ ആ ഒരു ദൈവാനുഭവത്തിൻ്റെ കഥകൾ ഞങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കാവോ? പക്ഷേ ഈ ഞങ്ങളുടെ മൂത്ത 2 മക്കളായിരുന്ന സമയത്തെ ഈ എന്ത് വീട്ടിൽ ഒരു മിഠായി അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിച്ചു, അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ 4 പേരാണല്ലോ അപ്പോൾ ഉള്ളത്. സെർവൻറ്റും കൂട്ടി 5 പേര് 5ആയിട്ട് മുറിക്കും, എത്ര ചെറിയ മിഠായി ആണെങ്കിലും. എന്നിട്ട് ഞാൻ രാത്രിയല്ലേ വരുള്ളൂ. അപ്പോൾ
ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയുള്ള കഷ്ണം അവർ രാത്രി വരുമ്പോൾ കൊണ്ടുവന്ന് വായിൽ വെച്ച് വരും. ഭയങ്കര ഒരു ഇതായിരുന്നു. അത് വന്ന് പിന്നെ മക്കള് ഞങ്ങൾക്ക് 5 മക്കളായല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ശീലം നഷ്ടപ്പെട്ടു എവിടെയോ. പ്രത്യേകിച്ച് അതിന്റെ ഒരു റീസൺ മനസ്സിലായത് ഇപ്പോഴത്തെ ഒരു കുട്ടി 2 കുട്ടി ഉള്ള ഒരു ഇതുള്ളതുകൊണ്ട്, കൾച്ചർ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു കാഡ്ബറി കിട്ടിയാൽ അത് ഫുൾ അവർക്ക് കഴിക്കാൻ മാത്രം ഉണ്ട്. നമുക്ക് പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല. 5 കാഡ്ബറീസ് വാങ്ങിക്കാന്ന് പറഞ്ഞ ഒരു ദിവസം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ആ ശീലം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഞങ്ങളത് റിയലൈസ് ചെയ്ത് ഇളയ കുട്ടിക്കൊക്കെ ഒറ്റയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ വീട്ടിലിപ്പോ ഒരു കാര്യം ചെയ്തു. ഒരു ബോക്സ് വെച്ചു ഡൈനിങ് ടേബിളിൽ തന്നെ. അപ്പൊ എന്ത് മിഠായി, എന്ത് സാധനം സ്പെഷ്യലായിട്ടുള്ള സാധനം മുറിച്ചാൽ അതിന്റെ ഒരു പീസ് വീട്ടിൽ ആരാ ഇല്ലാത്തതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ആ ബോക്സിൽ വെച്ചേക്കും. അതവിടെ ഉണ്ടാവും. എന്നിട്ട് അവർ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഇപ്പൊ വൈകുന്നേരം വരുമ്പോൾ ബോക്സ് തുറന്ന് നോക്കിയാൽ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് അറിയാം. ഷെയറിങ്ങിനുള്ള ഒരു വലിയൊരു പഠിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ്. ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കുഞ്ഞൊരു ഡെപ്പി മേടിച്ച് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും അത് കിട്ടുന്നു. ആർക്കും കിട്ടിയില്ലെന്നുള്ള പരാതി പറയത്തില്ല. നമ്മൾ ബൈബിളിൽ കാണുന്ന, ബൈബിളിന്റെ ആദ്യ ഭാഗങ്ങൾ, പഴയ നിയമത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്ന വലിയൊരു പാപം പോലെ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ വിഷമത്തോടെ വായിക്കേണ്ട ഭാഗമാണ് ജോസഫിന്റെ ഭാഗം. പൂർവ്വ ജോസഫ്. ശരിക്കും പറഞ്ഞാൽ ജോസഫ് എന്ത് ചെയ്തിട്ടാണ് ജോസഫിനെ ചേട്ടന്മാരെല്ലാം കൂടി ആദ്യം പിടിച്ച് ഉന്തിത്തള്ളി കിണറ്റി ഇട്ടു, അവിടുന്ന് എടുത്ത് വിറ്റു, പരദേശിയായിട്ട് പറഞ്ഞു വിട്ടു? എന്തിനാ? ഞാൻ ഒന്നുകൂടെ അടിച്ച് ക്ലോസ് ആയിട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ചേട്ടന്മാരെ കുഴപ്പമെന്നല്ല എനിക്ക് തോന്നിയത്. ജോസഫിന്റെ അപ്പന്റെ ഭാഗത്ത് ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ജോസഫിന്റെ അപ്പൻ കൂടുതലായിട്ട് അവനെ കരുതി, ഇളയവനാണ് ശരിയാണ്, കൂടുതലായിട്ട് കരുതുകയും അതിനേക്കാൾ വലുതായിട്ട് ജോസഫ് ഇട്ടുകൊണ്ടുവന്ന ഉടുപ്പിനെ പറ്റി പറയുന്നുണ്ട്. അവൻ പല വർണ്ണത്തിലുള്ള ഒരു നീണ്ട കുപ്പായം ഇട്ടുകൊണ്ട് വന്നു. അത് അവൻ്റെ അപ്പൻ അവന് പ്രത്യേകമായിട്ട് തയ്പ്പിച്ചു കൊടുത്തായിരുന്നൊക്കെ തിരുവചനം പറയുന്നുണ്ട്. ഒരു ഫേവറിറ്റിസം എന്നൊരു പാപം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ പോലും നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും മക്കൾ തമ്മിലുള്ള വഴക്കോ അത് പിന്നീട് വലുതായി കഴിയുമ്പോൾ അതിന് ഇരട്ടിയേക്കാവുന്ന ഒരു കാരണം ബാല്യത്തിൽ നിന്ന് അറിയാതെ തന്നെ ഈ ഒരു വേർതിരിവും അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടവും കൂടുതൽ ഇഷ്ടക്കുറവൊക്കെ പലപ്പോഴും മക്കളുടെ ഇടയിൽ പേരൻസ് തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, വീട്ടിൽ അറിയാതെ തന്നെ. ഇതിനെങ്ങനെ ചോദിച്ചിട്ട് നോക്കുന്നേ? ഇത് വളരെ ഡേഞ്ചറസ് എന്ന് ഞാൻ പറയും. കാരണം ഈ പലപ്പോഴും കൗൺസിലിങ്ങിൻ്റെ സമയത്തൊക്കെ വെളിവായിട്ടുള്ള മറ്റ് വെളിയിൽ അറിയാൻ വയ്യാത്ത ചില രഹസ്യങ്ങൾ കൗൺസിലിങ്ങിന് ഇരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഈ സ്വത്ത് തർക്കം, കത്തിക്കുത്ത്, അങ്ങനെ അല്ലെ കോടതി കേസ്, ഈ ലെവലിലേക്കൊക്കെ വളർന്നിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ അത് ചിലപ്പോൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ എന്തിനാടാ നീ അങ്ങനെ പോയത്, എന്തിനാ നിനക്കത് കൃത്യമല്ലേ, നിനക്കും അത് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു നീതിയുടെയും ന്യായത്തിൻ്റെയും നമ്മളുടെ ഒരു വേർഷൻ നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പം നമ്മൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്കത് നിഷേധിക്കാൻ പറ്റിയല്ല. അന്നേരം പല 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 ഒന്നിലധികം സന്ദർഭങ്ങളിൽ ഇത് ആവർത്തിക്കപ്പെട്ടില്ല. അത് ചേട്ടനെ അറിയാൻ മേലായിട്ടാ, ചെറുപ്പം മുതലേ എന്നോട് അങ്ങനെയായിരുന്നു, പണ്ടേ അവർക്ക് ഞാൻ ഉണ്ടായപ്പം മുതലേ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അവന് 10 സെന്റ് കൂടിപ്പോയതോ കുറഞ്ഞു പോയതോ അല്ല ഫ്രണ്ടേജ് കൂടുതലാണോ കുറവ്, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ നിസ്സാരം കാര്യം, ഇതൊന്നുമല്ല. ഇവർ നേരത്തെ കരുതിയിരിക്കുക എനിക്ക് ഏതാണേലും എൻ്റെ അപ്പം കുറവേ തരുള്ളൂ, അല്ലെ എൻ്റെ അമ്മ എൻ്റെ സൈഡ് നിൽക്കുകയല്ല, ഇങ്ങനെയൊക്കെ അവരങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുക. ഇനി അവരെന്ത് ചെയ്താലും അവർ ഈ ഒരു ആംഗിളിലേ ഇത് കാണുള്ളൂ. എനിക്ക് തോന്നുന്നു അന്നേരമല്ല ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് കുഞ്ഞായിരിക്കുമ്പം മുതൽ. ഇത് മാത്രമല്ല, പാരന്റ്സ് മാത്രമല്ല, ഇപ്പൊ വീട്ടിൽ വരുന്ന ഗസ്റ്റ് അവര് തന്നെ അവരുടെ ഒരു കമന്റ് മതി, ഇതെന്താ ഈ നിങ്ങളുടെ മൂത്ത മകൻ നല്ല വെളുത്തിട്ടാണല്ലോ, ഇളയവൻ എന്ത് പറ്റി, അത് മതി. ശരിയാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞാണ്, അവർക്ക് ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും അവർക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ചേട്ടൻ വെളുത്തതും ചേച്ചി കറുത്തതാണ്. ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും ആദ്യം ആൾക്കാരൊന്ന് ഒളിഞ്ഞു നോക്കുന്നത് കൊച്ച് ആദ്യം ചോദിക്കും, കൊച്ച് ആരെപ്പോലെ ഇരിക്കുന്നേ? അപ്പോഴത്തേക്കും ചേട്ടന് കാര്യം മനസ്സിലായി, കൊച്ച് കറുത്തതാണോ വെളുത്തതാണോ ചോദിച്ചു വരുന്നത്. അതിലേക്കാണ് ഫസ്റ്റ് തന്നെ ലീഡുന്നത്. ഞാൻ ഒത്തിരി തവണ പിള്ളേർ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കരഞ്ഞൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇഷ്ടമില്ല, ചേച്ചിനെ ഇഷ്ടമുള്ളൂ, അല്ല ചേട്ടനെ ഇഷ്ടമുള്ളൂ, വീട്ടിലെല്ലാത്തിനും വെച്ച് വേർതിരിവാണ് ഭയങ്കരമായിട്ട്. കാരണം ഞാൻ കറുത്തതാണ്, അല്ലെങ്കിൽ എനിക്ക് പൊക്കയില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കില്ല, എനിക്ക് പാടാൻ കഴിവില്ല, അങ്ങനെ ഇതിന് കൃത്യമായിട്ട് വീട്ടിൽ തന്നെ ഒരു ക്രൊണോളജിക്കൽ. ചില ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ അച്ഛന്മാരൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് വീട്ടിൽ 3-4 പിള്ളേരൊക്കെ ഉണ്ട്, പേരൻസ് പറയും അച്ഛൻ ഇവിടെ നല്ല പാട്ട് തരാം, അവൾ പാടത്തില്ല, മോളെ ഒരു പാട്ട് പാടിക്കും. ആ കൊച്ചു ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറൊക്കെ ആയിരിക്കും പാടാൻ പോകുന്നത്. എന്തായാലും കൃത്യമായൊരു വേർതിരിവ് അന്നേരം തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി അത് അമ്മ എന്ന നിലയിൽ എങ്ങനെ കാണുന്നത് തന്നെ? ഞാനിപ്പോൾ അച്ഛൻ പറയുന്ന സമയത്തേക്ക് ഇങ്ങനെ ആലോചിച്ചൊരു കാര്യം ഇതാണ്, നമ്മൾ കമ്പയർ ചെയ്യണതില്ലേ. നമ്മളൊരാൾ
എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാനായിട്ട് ഇപ്പം കുളിച്ച് കഴിയണതായിരിക്കും. ദേ ചേട്ടൻ കുളിച്ച്, അല്ലെങ്കിൽ ചേട്ടനോട് പറയണം അനിയൻ എന്തേ കുളിച്ചിറങ്ങിയണ്ട, നീ എന്താ റെഡിയാകാത്ത സ്കൂളിൽ പോകാനായിട്ട്. ഒരിക്കലും ചേട്ടനെ റെഡിയാക്കാനായിട്ട് അനിയന്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നീ വലുതായി പോവും, അതെ അനിയൻ വലുതായി പോവും, അങ്ങനത്തെ കമന്റ്സ് ഒരിക്കലും ഒരു കുഞ്ഞ്. ഞാനതൊക്കെ നല്ല കാര്യമായിട്ട് കരുതിയത്. ഒരു ബൈബിൾ പണ്ഡിതനായ അച്ഛൻ പറഞ്ഞ ഒരു ഈ കോണ്ടക്സ്റ്റിലല്ല, വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ഈശോ സംസാരിച്ചിരുന്ന അരമായ ഭാഷയിൽ ഈ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് അങ്ങനെയുള്ള ഡിഗ്രി ഇല്ല, അങ്ങനെ സംഭവമില്ല. അതുകൊണ്ടാണ് ദൈവം, നമ്മൾ പാടാറുണ്ടല്ലോ, നമ്മൾ ദിവ്യബലിയിലാണെങ്കിലും അല്ലാതെ നമ്മൾ പലയിടത്തും ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതിനെ 3 പ്രാവശ്യം പരിശുദ്ധൻ എന്ന് പറയുന്നത് പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പോരെ, മതി. അല്ല ഇച്ചിരൂടെ വലിയ പരിശുദ്ധൻ, പരിശുദ്ധി കൂടിയോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. പക്ഷേ ആ പ്രയോഗം വന്നത് തന്നെ അവർക്ക് ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇല്ലാത്തത് മൂലം ഏറ്റവും വലിയ പരിശുദ്ധനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പരിശുദ്ധിയുടെ മൂർധന്യം അത് കാണിക്കാൻ വേണ്ടി 3 പ്രാവശ്യം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി അപ്പൊ ആ ഭാഷയിൽ പോലും കർത്താവ് സംസാരിച്ച ഭാഷയിൽ നിന്ന് പോലും ദൈവം അത് ഒഴിവാക്കി നിർത്തിയത് അറിയാതെ പോലും കർത്താവിന്റെ വായിൽ നിന്ന് കമ്പാരിസൺ വീഴാതിരിക്കാൻ. ഞാൻ ചേച്ചി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാവോ, ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ എനിക്ക് പരിചയമുള്ള വീട്ടിൽ ഞാൻ ഒരു ദിവസം പോയപ്പോഴത്തേക്ക് വീട്ടിലൊരു ട്രോഫി ഒക്കെ വെച്ചിട്ടുണ്ട്. പിള്ളേർ ഭക്ഷണം കഴിക്കുന്നില്ലേ, അപ്പോൾ ആദ്യം ഭക്ഷണം കഴിച്ചിരിക്കുന്ന ട്രോഫി. ഞാനിതിന് നന്മയായിട്ടൊക്കെ മനസ്സിൽ വിചാരിച്ചേക്കുമായിരുന്നു. ഇത് വലിയ അപകടമാണ് ഇപ്പോൾ ചേച്ചി പറഞ്ഞപ്പോൾ മനസ്സിലായത്. എൻ്റെ അടുത്തൊരു ചോദ്യം ചേച്ചിയോട് തന്നെയാണ്. ചേച്ചി, ഈ വീട്ടിൽ എനിക്ക് അമ്മച്ചി തന്ന ചെറിയ ചെറിയ ടിപ്സ്, അമ്മച്ചി നല്ലൊരു അമ്മച്ചിയായിരുന്നു. അപ്പോൾ അമ്മച്ചി നല്ല തന്ന ചെറിയ ടിപ്സ് ഇതാണ്. എനിക്ക് ഞാനെപ്പോഴും വീട്ടിൽ പരാതി പറയുമായിരുന്നേ. ചേച്ചിമാർ 3 പേരും ഞാനിച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഒരു 8, 9 അപ്പോൾ ആരും വീട്ടിൽ എല്ലാവരും തന്നെ പഠിക്കാൻ വേണ്ടിയൊക്കെ പുറത്തേക്കൊക്കെ പോയി. അപ്പോഴത്തേക്ക് അവളുമാരൊക്കെ അവധിക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കെയർ ആണ്. ഈ ചായൻ കരിമീൻ മേടിക്കുന്നു, താറാവ് മേടിക്കുന്നു, അമ്മച്ചി ആ ദിവസങ്ങളിൽ കോഴി വെക്കുന്നു, എന്നിട്ട് ഭയങ്കരമായിട്ട് അച്ചാറൊക്കെ ഇട്ട്. ചേച്ചിമാർ പോകുമ്പോൾ 3-4 കുപ്പി അച്ചാറ് ഞാൻ നോക്കി നിൽക്കണം. ഞാൻ വീട്ടിലുണ്ടായിട്ട് ഈ സംഭവം എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇവിടുമാർ വരുമ്പോൾ ഭയങ്കര ആഘോഷം ഇവിടെ എപ്പോഴും. എന്നിട്ട് ഞാൻ അമ്മച്ചിക്ക് നല്ലൊരു പെമ്മക്കളോടെ ഇഷ്ടമുള്ളൂ. ഞാൻ ഇപ്പോഴും അമ്മച്ചീനെ ഞങ്ങൾ ഇപ്പം നമുക്ക് മനസ്സിലായി. എന്നാൽ ഞാനിപ്പോൾ അമ്മച്ചി പറഞ്ഞ് ചൊറിയാറുണ്ട് ഇപ്പോഴും. അമ്മച്ചിക്ക് പണ്ടേ അങ്ങനെയാണ്, ആ മകനോട് താല്പര്യമൊന്നുമില്ല, ചുമ്മാ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ പറയുന്ന എപ്പോഴും കരുതൽ പെമ്മക്കളോട് മാത്രമേ ഉള്ളൂ. ഇത് ഈ ഒരു സംഭവത്തെ എങ്ങനെ ചേച്ചി എങ്ങനെയാണ് അമ്മ എന്ന നിലയിൽ ഇതിനൊരു ആത്മീയതയ്ക്ക് ഒപ്പം തന്നെ ഒരു സൈക്കോളജിക്കൽ ലെവലും കൂടി ഉണ്ടല്ലോ ഉറപ്പായിട്ട്, അമ്മമാർക്ക് വേണ്ടി ഒന്ന് ചേച്ചിട്ട് പറയാമായിരുന്നു. ഞാനിപ്പം അച്ഛൻ പറഞ്ഞപ്പോൾ ഈ ഒരു പ്രശ്നം ഈ അടുത്ത് ഞാൻ അഭിമുഖീകരിച്ചായിരുന്നു. കാരണം രണ്ടാമത്തെ മോള് മംഗലാപുരത്താണ് പഠിക്കണത്. അപ്പം ആള് വരണ സമയത്തേക്ക് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇപ്പോൾ അച്ചാറ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതങ്ങ് ഒരു കുപ്പി നിറച്ചു അങ്ങ് കൊടുക്കുമല്ലോ. അപ്പോൾ ബാക്കി ഹോസ്റ്റലിലെ ഫുഡ് അപ്പോൾ ബാക്കി കുറച്ചായിരിക്കും. അപ്പോൾ അതെല്ലാം കൊടുത്തു വിട്ടാ എന്നുള്ള ഒരു കമൻ്റൊക്കെ കേൾക്കണുണ്ട്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് കൂടുതൽ ചെയ്തേക്കണതെന്ന് തോന്നുന്നത്. കാരണം ഒരിക്കലും ഇപ്പം നമ്മളുടെ ഇടയിൽ തന്നെയാണ് എൻ്റെ പ്രായത്തിലുള്ളവരെ എപ്പോഴും എനിക്ക് ചിന്തിക്കാൻ തോന്നിയേക്കണതും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എപ്പോഴും പാരൻസ് എപ്പോഴും അവരുടെ ബെസ്റ്റാണ്, അവരുടെ അറിവിലും അവരുടെ കഴിവിലും ഒക്കെ വെച്ച് ബെസ്റ്റാണ് തരണത്. ഒരിക്കലും ഒരു ഇപ്പൊ ഈ കമ്പാരിസൺ എന്നെ സ്നേഹിക്കുന്നില്ല അങ്ങനത്തെ ഒരു കാര്യമില്ലേ. അവരുടെ കഴിവിലും അവരുടെ അറിവിലൊക്കെ വെച്ച് അവർ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ബെസ്റ്റാണ് ചെയ്യണത്. ഓരോ കുഞ്ഞും അവർക്ക് ബെസ്റ്റാണ്. അപ്പം പിന്നെ ചിലപ്പം എന്തെങ്കിലും ഒരു വീക്ക്നെസ് കാണാൻ നേരത്തേക്ക് നമ്മൾ ചിലപ്പോൾ അതിനെ ഒന്ന് പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ കൂടുതലൊന്ന് താങ്ങിന്നിരിക്കും. അങ്ങനെയായിരിക്കും മിക്കവാറും വീടുകളിൽ സംഭവിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു കമ്പാരിസൺ നമ്മളെ കുഞ്ഞിനെ അങ്ങ് തളർത്തും എന്നറിയാവുന്നതുകൊണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യാണ്ടിരിക്കാൻ നോക്കും. പക്ഷേ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ താങ്ങാം എന്നുള്ളതും കൂടി ഒന്ന് പഠിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുതിർന്ന കുട്ടികളുള്ളതുകൊണ്ട് താഴ്ന്ന കുട്ടികൾ ചിലപ്പം ഒരാളെ തന്നെ എപ്പോഴും എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യും. ചിലപ്പം ആളുടെ കയ്യിൽ തന്നെയായിരിക്കും കുസൃതി, ആളെയായിരിക്കും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ അപ്പൊ എല്ലാരും കൂടി ഒരാളെ ടാർഗറ്റ് ചെയ്യണ സമയത്തേക്കും അപ്പുറത്തെ കൂടി ഞാൻ മൂത്തവരോടൊന്ന് പറഞ്ഞു കൊടുക്കും, ഡെസ്പ് ആകാണ്ടിരിക്കാൻ വേണ്ടി. അപ്പൊ മൂത്തവരോടൊന്ന് പറഞ്ഞു കൊടുക്കും ഇയാളെ പൊക്കാൻ വേണ്ടിയിട്ട് എന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, കമന്റ്സ് ബാലൻസ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാനിത് ചേച്ചി പറഞ്ഞപ്പോൾ ആലോചിച്ചു വരുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ മക്കളൊത്തിരി വേണ്ടേ? ഒരാളോ 2 പേരോ ഉള്ളെങ്കിൽ പിള്ളേരെ എങ്ങനെ പങ്കുവെപ്പ് പഠിപ്പിക്കും, അല്ലെങ്കിൽ ഒന്നു ചേർന്ന് വസിക്കുന്നത് എത്രയോ ആനന്ദകരമെന്ന് പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നത് നമ്മൾ മധുരമൊഴിയിൽ പല പ്രാവശ്യം പറഞ്ഞു വന്ന പഴയ സ്ഥിരം കാര്യങ്ങളിലേക്കാണ്. മക്കളുടെ എണ്ണം, കുഞ്ഞുങ്ങളുടെ എണ്ണം കുടുംബത്തിൽ എത്ര അധികമായിട്ടുണ്ടോ അത്രയധികം വ്യത്യാസം
ഉറപ്പായിട്ട് ആ മക്കളുടെ ജീവിതത്തിലുണ്ടായിരിക്കും, അവരുടെ ഒരു വളർച്ചയിലുണ്ടായിരിക്കും. അച്ഛൻ ഈ ലാർജ് ഫാമിലീസിന്റെ അടുത്ത് ചോദിച്ചോ ഈ മക്കളെ വളർത്താനായിട്ട് എന്താ പാടാണെന്ന് ചോദിച്ചോ? അവരൊരിക്കലും പറയില്ല പാടാണെന്ന്. പക്ഷേ ന്യൂക്ലിയർ ഫാമിലീസിന്റെ അടുത്ത് ചോദിച്ചോ, ഒരുത്തനെ തന്നെ മേയ്ക്കാൻ പറ്റണല്ലെന്ന് പറയും. അതിന്റെ റീസൺ ഇതാണ്, ഒരാളെയാണ് ബുദ്ധിമുട്ട്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു പാരലൽ പാരന്റിങ് ഒക്കെ നടക്കും. നമ്മൾക്ക് ഒരിക്കലും നമ്മളുടേതായ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണ സമയത്തേക്കും അവരവിടെ തനിച്ച് കളിക്കുമ്പോഴത്തേക്കും ഒക്കെ മൂത്തവരെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോണതല്ല. നമ്മളെ എന്താ പറയണ ഭയങ്കര സമാധാനത്തിലായിരിക്കും അപ്പുറത്ത് നിൽക്കണത്. ഇവര് 3 പേര് അല്ലെങ്കിൽ 4 പേര് കൂടിയായിരിക്കും ഇരിക്കണം. നോക്കണതല്ല, അവരൊരിക്കലും ഒറ്റക്കാവുമ്പോഴത്തേക്കും പറ്റുന്ന അബദ്ധങ്ങള് കൂട്ടത്തിലായിരിക്കും പാപങ്ങളും കുഞ്ഞുനാളിൽ വരാൻ സാധ്യതയുള്ള ഒത്തിരി രഹസ്യഭാവങ്ങളുടെ മേഖലകളൊക്കെ മാറാനായിട്ട് ഉറപ്പായിട്ട് ഈ അധികം മക്കളുള്ളത് തീർച്ചയായിട്ടും സഹായിക്കും. ഞാനിപ്പോൾ ഇവരുടെ വീട്ടിൽ തന്നെ ഒരിക്കൽ ചെന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഇളയ കുട്ടി ചേച്ചി എന്ത് അന്വേഷിച്ചപ്പോൾ അവൾ വിളിക്കുന്ന വിളി ഞാൻ കേട്ടപ്പോൾ ഞാൻ വളരെ എൻ്റെ ചെവി അങ്ങോട്ട് വല്ലാതെ കൊടുത്തു. എത്രയ്ക്ക് നല്ലൊരു വിളി, ചേച്ചമ്മേ. അടുത്ത അമ്മയാണ്, ചേച്ചി അമ്മയാണ്, അമ്മയുടെ ഒരു ജൂനിയർ ലുക്ക്. അപ്പം വാസ്തവത്തിൽ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള കാര്യം, എണ്ണം കൂടിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അവർക്ക് അർഹമായ ഷെയർ കൊടുക്കാൻ പറ്റുമോ, എല്ലാവർക്കും പോർഷൻ കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഇളയ കുട്ടിക്കാണ് കൂടുതൽ പോർഷൻ കിട്ടുക. കാരണം അവർക്കൊരു 3-4 അപ്പന്മാരും അമ്മമാരും ഒക്കെ കാണുമ്പോൾ ഇച്ചിരി വലുതായാലും കൂടുതൽ ഗുണമാണ്. എനിക്ക് 3 ചേച്ചിമാരാണ്. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ ചേച്ചി കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് വീട്ടിലുള്ള ബാക്കി 2 ചേച്ചിമാരെ അമ്മയെന്ന് തന്നെ വിളിക്കുന്നത്. ഇപ്പൊ 3 പേരും അമ്മമാരാണ്. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യല്ലോ കൊച്ചിന്. അപ്പോഴത്തേക്ക് എന്തോരം പേരെ സ്നേഹമാണ് അധികമായിട്ട് അവർക്ക് കിട്ടുന്നത്. ഞാൻ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. എന്താ വെച്ചാൽ അമ്മമാർക്കുള്ളൊരു വലിയ റോളുണ്ടല്ലോ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവും താല്പര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നവർ. പ്രത്യേകിച്ച് വീടുകളിലൊക്കെ സ്ഥിരം അടിയിടിയും പ്രവാസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നും ചേട്ടൻ ഭയങ്കര വില്ലനാണ്, അല്ല ചേച്ചിക്ക് തീരെ താല്പര്യമില്ല, അവനിഷ്ടം വേറൊരാളെയാണ്. ഞാൻ അങ്ങനെ വീട്ടിൽ ഞാൻ മകനായിട്ട് ഒരാളുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചേച്ചിമാരെ ഇങ്ങനെ ഒരു സൈഡിൽ നിർത്തി ഞാൻ പ്രതിപക്ഷമായിട്ട് നിർത്തി എപ്പോഴും സംസാരിക്കായിരുന്നു. എൻ്റെ അമ്മച്ചി കൃത്യമായിട്ട് എന്നെ മാറ്റി നിർത്തിയൊക്കെ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്. മോനെ, നിൻ്റെ ഇളയ ചേച്ചി അവൾ കുഞ്ഞുനാൾ കളിക്കാൻ പോലും പുറത്ത് പോയിട്ടില്ല. എല്ലാവരും പോകുമ്പോൾ ഇവൾ അടുത്ത വീട്ടിലേക്ക് കളിക്കാൻ ചെല്ലുമ്പോൾ അവർ പറ്റിക്കാൻ വേണ്ടി പറയും, ദേ നിൻ്റെ അനിയൻ കൂട്ടനെ എടുത്തുകൊണ്ട് ആരോ പോകുന്നു. ഇവൾ ഓടി തിരിച്ചു വരുമെന്ന് പറഞ്ഞു, ഓടി വഴിയിലൊക്കെ ഉരുണ്ട് പഠിച്ചൊക്കെ വീടാണ് തിരിച്ചു വരുന്നത്. കാരണം അനിയൻ എന്നെയാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോഴത്തേക്ക് ഇതൊരു അവർ തമ്മിൽ അപ്പം അമ്മയുടെ ഉത്തരവാദിത്തമാണ്. ഞാനത് ഓർക്കുന്ന പോലുമില്ല, കാരണം ഞാൻ കുഞ്ഞാനും എനിക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ടും അതുപോലെ സന്ദർഭങ്ങൾ വീട്ടിൽ കാണുമല്ലോ. മക്കളെ പരസ്പരം സ്നേഹിപ്പിക്കാനായിട്ട് അമ്മയ്ക്കും ഒപ്പനും ഈ ഒരു പഴയകാല കഥകളോ അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ആവശ്യം. ഞാനെപ്പോഴും രണ്ടാമത്തെ മോള് വന്നപ്പോൾ തൊട്ടുള്ള കാര്യം അവളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ചേട്ടൻ പ്രാർത്ഥിക്കുമായിരുന്നു, അടുത്ത എനിക്കൊരു വാവേനെ താന്ന് പറഞ്ഞിട്ട്, അനിയത്തിന് അല്ലെങ്കിൽ അനിയനെ താന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വാവ അടുത്ത ഇപ്പം 3ാമത്തെ കുഞ്ഞായിരുന്ന സമയത്തേക്കും 4ാമത്തെ വാവ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു ചേട്ടൻ പ്രാർത്ഥിച്ചിട്ടാണ് അല്ലെങ്കിൽ ചേച്ചി പ്രാർത്ഥിച്ചിട്ടാണ് എന്നെ കിട്ടിയത്. പ്രയർഫുൾ സപ്പോർട്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കാം, ഇന്നാൾ നമ്മളിവിടെ ഒരു എപ്പിസോഡ് വന്ന നമ്മുടെ സുനിൽ സാറ് 6 മക്കളുള്ള ഫാമിലിയാണ്. സുനിലേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു, സുനിലേട്ടൻ 6ാമത്തെ കൊച്ചൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നാട്ടുകാരും വീട്ടുകാരൊക്കെ വാപത്തലൊക്കെയാണ്. എല്ലാവർക്കും ഭയങ്കര ഒരു പിള്ളേർ വീട്ടിൽ ഉത്സവമാണ്. എന്നാ വരുന്നത് ചോദിക്കുന്നത്. പിള്ളേർ ഞങ്ങൾക്ക് ആദ്യം കുഞ്ഞാവനെ കാണണം. പിള്ളേർ വാശി, എല്ലാ ദിവസവും വാശിയാണ്. ചേച്ചി ഇങ്ങനെ മക്കൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനായിട്ട് 2 പേരെ 3 പേരെ കൂട്ടിയിട്ട് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ? അങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടോ? അത് എപ്പോഴും ചെയ്യണ കാര്യമല്ല, എന്നാലും എനിക്കൊരു അനുഭവം ഉണ്ടായേക്കുന്നത് ഇതാണ്. ഒരു പ്രാവശ്യം അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും തട്ടിപ്പറിക്കണ ഇങ്ങനെ കണ്ടപ്പോൾ വേഗം പോയിരുന്ന്, അതായത് 3 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള സമയത്ത് വേഗം അവരുടെ കൂടെ അങ്ങ് പോയിരുന്നോണ്ട് ഇടയിലോട്ട് പോയിരുന്നുണ്ട്. ഈശോയെ, ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് വാങ്ങിച്ചു വരുന്നത്, എന്നെ എന്തോരം ഇഷ്ടമാണ് ഈശോയെ. കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ചേട്ടൻ പ്രാർത്ഥിക്കുന്നതായിട്ട് അത് കഴിഞ്ഞപ്പോൾ മിമിക്രി ചെയ്യണ പോലെ ചേട്ടൻ പ്രാർത്ഥിക്കുന്നതായിട്ട് 2 പേരുടെ പ്രാർത്ഥനയും ഞാൻ അറിയാണ്ട് തട്ടിപ്പറിച്ചു പോയി ഈശോയെ, അവന് അങ്ങനെ അങ്ങ് പറയും. അവൻ എന്തുമാത്രം വിഷമിപ്പിച്ചു. അപ്പൊ നോക്കാൻ നേരത്തേക്ക് എന്താ സംഭവിച്ചത്, ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് വന്നതാണ്. പക്ഷെ സംഭവിച്ച ഒരു കാര്യം, ഇവരുടെ 2 പേരുടെ കണ്ണുകള് 2 പേരും തമ്മിൽ മുഖത്തോട് നോക്കി ആ ദേഷ്യം അങ്ങ് അലിഞ്ഞു പോണ നമ്മളുടെ അതങ്ങ് അലിഞ്ഞു പോണത് കാണാം. അപ്പം ഈ സ്നേഹിപ്പിക്കുക എന്നുള്ളതും അവരെ തമ്മിലുള്ള ബന്ധം നമ്മളൊന്ന് വാച്ച് ചെയ്യുവാണെങ്കിൽ
അവരുടെ ആ ഒരു എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ തല്ലുപിടുത്തവും എല്ലാം അത് ഉണ്ടാകാറുണ്ട്. സാധാരണമാണ്. നമ്മൾ കുടുംബത്തിൽ തല്ലുപിടുത്തില്ല പിന്നെ എന്താ രസം? അതെല്ലാം ഉണ്ടാകും. പക്ഷെ ഒരു ഹീലിംഗ് ഉണ്ടായിരിക്കും അതിന് ശേഷം. ഹീലിംഗ് ഉണ്ടാകണം. പിന്നെ അവര് തമ്മിൽ തന്നെ പ്രത്യേകിച്ച് മുതിർന്ന 2 കുട്ടികളും ഞങ്ങളുടെ വലുതായതുകൊണ്ട് ഭയങ്കര സുഖമാണ്. ഇവരുടെ കറക്ഷൻസ് അവരോട് പോയി പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അവര് ഓൾറെഡി പേരൻസ് ആയി. കമ്മ്യൂണിക്കേഷൻ ചാനൽ കുറച്ചും കൂടി ഈസിയാണ്. കാരണം അനിയത്തീനെ ചേട്ടൻ ഒരു 2 എണ്ണം കൊടുത്ത സമയത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും മൂത്ത മോൻ ചേട്ടനെ വിളിച്ചോണ്ട് പോവാണ്. 4-ാമനെ വിളിച്ചോണ്ട് പോയി മുറി കൊണ്ടുപോയിട്ട് പറഞ്ഞൊരു കാര്യം, ഒരു മിടുക്കുമല്ല പെൺകുട്ടികളെ അടിച്ച് നമ്മൾ ഇത് ചെയ്യണത്. പറഞ്ഞു കൊടുത്ത കാര്യം അതിലൊരു മിടുക്കുമില്ല. അല്ല, ഇത് എനിക്ക് പെട്ടെന്ന് തോന്നുക, ഇതൊന്നും സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ നീ കേൾക്കുന്ന പല പത്രവാർത്തകളും തീർച്ചയായിട്ടും സ്ത്രീകളെ ആക്രമിക്കുന്ന പല ബഹുമാനം വീട്ടിൽ ഞാൻ അത്ഭുതപ്പെടുക. ഒരിക്കലും ചേട്ടനോ അല്ലെങ്കിൽ ചേച്ചിയോ പോയി മക്കളെ മാറ്റിയെടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവരത് മനസ്സിലാവണം നിർബന്ധമില്ല. അതൊരു അധികാരത്തിന് ഇതും കൂടിയല്ലേ. കൂടെ നിൽക്കുന്ന ഒരാൾ ചേട്ടൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് പോയി പറയുമ്പോഴത്തേക്ക് അത് വളരെ മനോഹരമായിരുന്നു. ഉറപ്പായിട്ടും ശ്രദ്ധിച്ചേക്കണ കാര്യം, പിന്നീടും അവർ തമ്മിലുള്ള വഴക്കിന്റെ ഇടയിലൊക്കെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ അടിയല്ല, ഞാൻ കൈ പൊക്കാത്തത് മനുഷ്യേട്ടൻ എനിക്ക് കാര്യം, വലിയേട്ടൻ എനിക്ക് കാര്യം പറഞ്ഞു തന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ലത് കൊണ്ടാനേ ഇപ്പൊ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ഹൃദയത്തിൽ കയറി, ബോധ്യത്തിൽ കയറി. അത് ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും കേറാത്ത കാര്യമായിരിക്കും. പക്ഷെ അതേപോലെ ഈ നേരത്തെ പറഞ്ഞില്ലേ, ഈ ആരെങ്കിലും ബന്ധുക്കൾ വന്നു കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് കമന്റ്സ് കിട്ടും. ഇത് ഹാൻഡിൽ ചെയ്യാൻ പാരന്റ്സിന് പറ്റും. ഇപ്പൊ ശരിക്കും വരുന്നവരുടെ വായടക്കാനായിട്ട് നമുക്ക് പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അനുസരിച്ചിരിക്കും കൊച്ചിന് മുറിവുണ്ടാവുക ഇല്ല എന്നുള്ളത്. അല്ല, എനിക്ക് മാറ്റം പറഞ്ഞപ്പോ ഞാൻ ഓർക്കായിരുന്നു, എന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധവും തിരുത്തപ്പെട്ടതും. എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടില്, അപ്പൊ എന്റെ മക്കളുടെ പ്രായമുള്ള ഒരു ഫാമിലി, അപ്പനും അമ്മയ്ക്കും എൻ്റെ മക്കളുടെ പ്രായമൊക്കെ ഉള്ളൂ. അപ്പോൾ അവരുടെ 2 കൊച്ചു കുട്ടികൾ. അപ്പോൾ അതിൽ ഒരാൾ പൊതുവെ ഇങ്ങനെ മൗനിയായിട്ടിരിക്കുന്ന, അല്പം ഒന്ന് വിഡ്രോൺ ആ ഒരു നേച്ചറാണ് എനിക്കറിയാം. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ബൂസ്റ്റ് ചെയ്താക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മോളൊന്ന് മിടുക്കിയായിട്ടുണ്ടല്ലോ, അവിടെ കൊണ്ട് ഞാൻ നിർത്തേണ്ടതാണ്. എന്നിട്ട് എൻ്റെ വായിൽ നിന്ന് ഇതുകൂടെ വീണു, നോക്കടാ അവള് മിടുക്കിയായത് കണ്ടോ. ഇപ്പോൾ അപ്പൻ അവിടെയുണ്ട്, തീർച്ചയായിട്ടും എൻ്റെ മകൻ്റെ സ്ഥാനമേ ഉള്ളൂ. പക്ഷെ അതെല്ലാം വിട്ടിട്ട് അവൻ ചാടി കയറി വന്നു, അവൻ അതിലും മിടുക്കനാ, അങ്കിളെന്തിനാ അങ്ങനെ പറയുന്നത്. അപ്പൊ എനിക്കെന്ത് പറ്റുമെന്നോ അല്ല, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അതൊക്കെ വിട്ടിട്ട് ആ മകനെ അല്ലെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇത് ഞാൻ ഓർക്കുകയാണ്, നമ്മളുടെ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അത് വളരെ നിർബന്ധമായ കാര്യം. നമ്മൾ അല്ലാതെ നമുക്ക് അയാളെ എന്നെ ഒന്ന് സൂചിപ്പിച്ച് പോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ സൂചിപ്പിച്ച് വിടുന്നതല്ല ശരിയായ കാര്യം. നേരെ മറിച്ച് ആ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. എനിക്കിത് സംസാരിച്ച നിങ്ങൾ ഇത്രയും അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നിങ്ങൾക്ക് ഇത്രയും പറ്റിയ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ക്വാളിറ്റേറ്റീവ് ടൈം വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. മക്കളുടെ ഒപ്പം കുറേ സമയം നമ്മൾ കൃത്യതയോടെ അപ്പനും അമ്മയും ചെലവഴിക്കുന്നതുകൊണ്ടാണ് ഇത്ര റീഡിങ്സ് അവർ അത്ഭുതപ്പെടുന്നത്. ചേച്ചിട്ട് ഇത്ര ഇൻവോൾവ്മെന്റ് പറഞ്ഞപ്പോഴത്തേക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. സമയം എനിക്ക് ഒരു കാര്യം പറയാൻ തോന്നണം. എൻ്റെ അമ്മ, ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു കല്യാണത്തിന്റെ സമയം. അവൻ ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ കുടുംബമായിട്ട് പോയിട്ട് വരുന്ന സമയത്തേക്കും എല്ലാവരും പറയണത് എന്തൊരു ക്ഷീണമാണിത് ഇങ്ങനെ പറയും. അപ്പം അമ്മച്ചി എനിക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരുടെ മുമ്പിൽ വെച്ചൊന്നും പറയില്ല, കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറയും, ആരോഗ്യമാണ് മനുഷ്യർക്ക് ആവശ്യം, എത്ര വണ്ണമല്ല, എത്ര ക്ഷീണിച്ചിരുന്നുള്ളത്. അപ്പൊ ഞാൻ എനിക്ക് പഴയ ഫോട്ടോ ഒക്കെ കണ്ടാൽ എനിക്ക് ഇപ്പൊ കാണാൻ നേരത്തെ അയ്യോ എന്ന് തോന്നും. പക്ഷെ അതിന്റെ ഒരു കോംപ്ലക്സും എനിക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ ക്ഷീണിച്ചിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഇത് മാറ്റത്തിന് തിരിച്ചു പറയുന്നുണ്ടായിരിക്കും അല്ലേ? ആരോഗ്യമാണ് പ്രധാനപ്പെട്ട കാര്യം, വണ്ണമല്ല എന്നുള്ള കാര്യം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലൊരു പ്രാർത്ഥന സപ്പോർട്ട് നിൽക്കുന്നത് എൻ്റെ 3 പെങ്ങന്മാരാണ്. ഞങ്ങൾ തമ്മിൽ നല്ല ഏജ് വ്യത്യാസമൊക്കെ ഉണ്ട്. എല്ലാവരും തമ്മിൽ നല്ല ഫാമിലി പ്ലാനിങ് ഒക്കെ ആയിരുന്നു. എല്ലാവരും തമ്മിൽ 3 വയസ്സ് കൃത്യമായിട്ട് ദൈവം ഗ്യാപ്പൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ മൂത്ത ചേച്ചി ഞാൻ 1-ലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ചേച്ചി സിസ്റ്ററാൻ വേണ്ടി പോയി. അപ്പോൾ അത്രയും നമ്മൾ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താവശ്യം വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഞങ്ങളെല്ലാവരും, എനിക്കിപ്പോൾ 32 വയസ്സാകാറായി, ചേച്ചിമാർക്ക് അത്രയും പ്രായമൊക്കെ, എല്ലാവരും ഇപ്പോഴും എന്താവശ്യം വന്നാലും പരസ്പരം വിളിക്കുകയും സംസാരിക്കുകയും ഒത്തിരി. ഇത് ഞാൻ ഓർക്കുന്നു, എൻ്റെ ദൈവവിളിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ പെട്ടെന്നൊരു ദിവസം സെമിനാരിൽ പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും ഞെട്ടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് വീട്ടിൽ ഫോണൊന്നുമില്ല, ചേച്ചിമാർ ആരും സ്ഥലത്തുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് തുട്ടൊക്കെ പിടിച്ച്
കവലയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് വിളിച്ച് പറയണം. ഞാൻ പോയ വഴി ഇപ്പോൾ നാട്ടിലൊക്കെ അറിഞ്ഞു ഞാൻ സെമിനാരിൽ പോകുന്നത്. അപ്പോൾ ഒരു പുള്ളി വെള്ളമൊക്കെ അടിച്ച് വഴി നിൽക്കുകയാണ്. ഒരു ഹൈന്ദവനായ സഹോദരൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പുള്ളി അറിഞ്ഞു ഞാൻ പോയി. അപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റമോനാണ്, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അറിയാം. പുള്ളി എന്നെ ഇങ്ങനെ തോളയിൽ ഏകദേശം ഒരു കുത്തിന് പിടിക്കുന്നവരെ പിടിച്ചിട്ട് ഒരു ചെവി പൊട്ടുന്ന തെറിയം വിളിച്ച് ഒരു മോക്ഷം തെറി വിളിച്ചിട്ട് പറയാണ്, നീയൊക്കെ എവിടെ പോയി സുഖിക്കാൻ പോകണം, അച്ഛനാവുന്നു പറ, അച്ഛൻ വീട് നോക്കണം, അപ്പുറം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു മോക്ഷം തെറി തന്നെ അങ്ങോട്ട്. ഞാനിങ്ങനെ നാണം കെട്ട് ദൈവം ആരും കേട്ടില്ലല്ലോ ഒരു വൈകുന്നേരം. അപ്പോൾ ഞാൻ എന്നിട്ട് പതുക്കെ ആര് കാണാതെ നൈസായിട്ട് സൈഡിൽ കൂടി കയറി ബൂത്തിലേക്ക് കയറി പോയി. എൻ്റെ മനസ്സ് മുഴുവൻ ഇങ്ങനെ കലങ്ങിപ്പോയി. ദൈവമേ നല്ലൊരു കാര്യം തീരുമാനിക്ക് ചെയ്യാൻ പോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചത് സെമിനാരിൽ പോലെ. അപ്പോഴാണ് നാട്ടുകാരൊക്കെ പോലും എൻ്റെ ചെറുതായിട്ട് ഷാട്ടർ ചെയ്തു മനസ്സ്. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ ഇളയ ചേച്ചിനെ ആദ്യം വിളിച്ചത്. അപ്പോൾ ചേച്ചിനെ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ സെമിനാരിൽ പോവാം. അപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി എന്ന് പറയാണ്, നീ ധൈര്യമായിട്ട് പോക്കോ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ എല്ലാവരും പറയുന്നത് വീട്ടിൽ അമ്മേനെ അപ്പനെ ആരും നോക്കുന്നത്, നീ ധൈര്യമായിട്ട് നോക്കും, ഞങ്ങൾ നോക്കിക്കോളാം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു ഹെൽപ്പിംഗ് ഹാൻഡും കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ സെമിനാരിൽ പോയി പെട്ടെന്ന് തുടർന്ന് ആക്സിഡൻ്റ് ഒക്കെ പറ്റി ഞാൻ കുറച്ച് നാൾ വീൽ ചെയറിലൊക്കെ ആയിപ്പോയി. നടക്കാൻ ഒട്ടും പോയി. ഞാൻ കോളേജിലെ കുറേ നാൾ വീൽ ചെയറിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കഷ്ടപ്പെട്ട് ബാംഗ്ലൂർ പഠിക്കുന്ന സമയം. അപ്പോൾ എനിക്കിങ്ങനെ സെമിനാരിൽ പറഞ്ഞു വിടുന്ന പേടിയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുവാണ്. അപ്പോഴത്തേക്കാണ് ഒരു ദിവസം ഞാൻ പോലും അറിയാതെ വയ്യെന്നൊക്കെ അറിയാം, എൻ്റെ രണ്ടാമത് ചേച്ചി ബോംബെ ജോലി ചെയ്യുക. ചേച്ചി അവിടുന്ന് ജോലിയൊക്കെ കുറേ ലീവ് എടുത്ത് എന്നെ സംസാരിക്കാൻ വേണ്ടി മാത്രം 2 ദിവസത്തേക്ക് ഒന്ന് കംഫർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഓടി വന്നേക്കുന്നത്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചില ഏറ്റവും നല്ല ദൈവാനുഭവങ്ങളുടെ സമയങ്ങളാണ്. ഇതുപോലെ ഈ സഹോദരങ്ങളെ സപ്പോർട്ട് ഉണ്ടല്ലോ ചേച്ചി, പ്രാർത്ഥന സപ്പോർട്ട് പ്രത്യേകിച്ച് ചില വാക്കുകളൊക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മക്കളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചിക്ക് നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു ദിവസം ഞങ്ങൾക്കിങ്ങനെ കുടുംബം മാത്രമായിട്ടൊരു വൈദികൻ്റെ ഒപ്പം ദിവ്യബലി അർപ്പിക്കാൻ പറ്റി. അപ്പം മോള് അകലത്തിലാണ് പഠിക്കണേന്ന് പറഞ്ഞില്ലേ, അപ്പം അവൾ മാത്രമല്ല. അപ്പം നമ്മളോട് വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരും സ്വയം പ്രേരിതമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഓരോ പ്രാർത്ഥനകൾ പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും വീട്ടിൽ സ്വയം പ്രേരിതമൊക്കെ ചെല്ലും പിള്ളേര് അത്യാവശ്യം ആവശ്യമുള്ള അങ്ങനെ ചോദിച്ചു. അപ്പം ഇളയ മോളുടെ ടേൺ എത്തിയപ്പോഴത്തേക്കും അവള് ചേച്ചമ്മക്ക് വേണ്ടി, മൂത്ത മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ ശരിക്കും നന്നായിട്ട് സ്പർശിച്ച്. കാരണം ആ മിസ്സിങ് കുറവും ആൾക്ക് പ്രാർത്ഥന കിട്ടിയില്ല എന്നുള്ളതും അത് ചാൻസ് കിട്ടിയില്ല എന്നുള്ളതും ശ്രദ്ധിച്ചു, എടുത്ത് പ്രാർത്ഥിച്ചു എന്നുള്ളത്. പിന്നെ ഇവരുടെ എക്സാമിന്റെ സമയത്തൊക്കെ പരസ്പരം നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴൊക്കെ അല്ലാണ്ട് തന്നെ ദിവ്യബലിക്ക് കയറണ സമയത്തേക്കും കുർബാനയ്ക്ക് അങ്ങ് പള്ളിയിലോട്ട് കയറണ സമയത്തേക്ക് ചോദിക്കും എന്താ പ്രാർത്ഥിക്കാൻ പോണേന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ ആരുടെയെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പരസ്പരമുള്ള എന്തെങ്കിലും നീഡ് ഓർമ്മയുണ്ടെങ്കിൽ അത് പറയണ കേൾക്കുമ്പോൾ നമുക്കങ്ങ് സന്തോഷം വരും. കാരണം പരസ്പരം അവര് നമ്മൾ പറയാണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഓരോരുത്തരുടെ നീഡ് അവർക്ക് അറിയുകയും ചെയ്യാം. ഉറപ്പായിട്ടും ഈ ചില വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷം എന്ന കാര്യം, ഇപ്പോൾ സഹോദരങ്ങളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞു പോയി, അവർക്ക് മക്കളൊക്കെ ആയി. പക്ഷെ ഇവർ പരസ്പരം കണ്ടിട്ടൊന്നും ഉണ്ടാകത്തില്ല. ഈ മക്കളും കുഞ്ഞുമക്കളും അവരുടെ ആൻറ്റിമാരങ്ങളും, പക്ഷെ അവരുടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം വീട്ടിലുള്ള നാട്ടിലുള്ളവർ ആ സഹോദരങ്ങൾ അവരുടെ മക്കളെ ബാക്കി എല്ലാവരെ പറ്റി പറഞ്ഞ് ഇമേജ് കൊടുത്തേക്കാണ്. ഇവർക്കൊക്കെ വേണ്ടി, അവരുടെ നീഡുകൾക്ക് വേണ്ടി. തമ്പുരാൻ പറഞ്ഞിട്ടില്ലേ, കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കുവാൻ, അവരെ പോലെ എൻ്റെ അടുക്കൽ വരുവാൻ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ മധുരമൊഴി നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഉപകാരപ്പെടും. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നം അതാണല്ലോ. എപ്പോഴും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർക്കാൻ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആ വഴക്ക് വലുതായി കഴിയുമ്പോഴത്തേക്ക് വലിയ വഴക്കുകളായും അല്ലെങ്കിൽ കേസുകളായും കൊലപാതകങ്ങളായി പോയും തുടർച്ചയായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ഈ കൊലപാതകം നടന്നേക്കുന്ന വീടുകളിൽ ശരിക്കും അവരുടെ ബേസിക് റൂട്ട് കോസ് നോക്കി കഴിഞ്ഞാൽ നിസ്സാര കാര്യമായിരിക്കും. മുറിവ് കിടക്കുന്നത് അത് വീട്ടിൽ വെച്ച് തന്നെ ഹീൽ ചെയ്യപ്പെടാത്തതൊക്കെ പിന്നീട് വളർന്നു പൊങ്ങി വലിയ അക്രമങ്ങളൊക്കെ ആയിട്ട് മാറുകയാണ്. അപ്പോഴാണ് വീണ്ടും നമ്മൾ 133 സങ്കീർത്തനം ഓർപ്പിക്കുന്നത്, സഹോദരങ്ങൾ ഒന്നു ചേർന്ന് വസിക്കുന്നത്, ഏക മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ആയിരിക്കുന്നത് എത്ര മനോഹരമാവുന്നു, എത്ര വിശിഷ്ടമാവുന്നു, സ്വർഗത്തിന് എത്ര സന്തോഷകരമാവുന്നു. ഞാൻ ഒരിക്കലും മറക്കാത്ത എൻ്റെ ഒരു ടീച്ചറിൻ്റെ കമൻറ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഉണ്ടായ ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം വിച്ചായൻ്റെ മരണമായിരുന്നു. വിച്ചായൻ്റെ മരണ സമയത്ത് അളിയന്മാരൊക്കെ തിരിച്ചു വന്നു, 3 പെങ്ങന്മാരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും തിരിച്ച് നാട്ടിലെത്തി. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ട് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഹിന്ദുസാണ്, എല്ലാവരും ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മരിച്ചിട്ടൊക്കെ കഴിഞ്ഞ് പോയി തിരിച്ചവരെല്ലാം നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിക്കുമല്ലോ. വിളിച്ച് കഴിഞ്ഞിട്ട് ടീച്ചർ ഒരു ഹിന്ദു ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞാണ്, മോനെ നിന്നെ ആശ്വസിപ്പിക്കാനൊന്നും പറയാനൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീ 3 ചേച്ചിമാരെയും കൂടി കെട്ടിപ്പിടിച്ച് അപ്പൻ്റെ ശരീരത്തിന് പുറകിൽ നിന്നൊരു ഭാഗമുണ്ട്. ഞാൻ ഓർക്കുന്ന പോലുമില്ല. അവർ 3 പേരും കൂടി എൻ്റെ മേത്തേക്ക് വീണു, ഞാനവരെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഇത്രയും പ്രായമായെങ്കിലും അങ്ങനെ കെട്ടിപ്പിടിക്കാൻ ഉമ്മ വെക്കാം. നമുക്ക് എല്ലാവർക്കും പിള്ളേർക്ക് നാണാണല്ലോ. എൻ്റെ ഈ സകല നാണവും ചേച്ചിമാരെ മാറ്റിത്തരുന്നത്. നമുക്ക് ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ചേച്ചിമാരെ തൊടുക, അല്ലെങ്കിൽ ഈ ആണും പെണ്ണും വലുതായി കഴിയുമ്പോൾ ബുദ്ധിമുട്ടതൊക്കെയാണല്ലോ. അതുകൊണ്ടാണല്ലോ പല പാവങ്ങളിലേക്കൊക്കെ പോകുന്നത്.
ചേച്ചിമാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഒരു സ്നേഹത്തോടെ ചേച്ചിമാരെ ആശ്വസിപ്പിക്കണം. ടീച്ചർ പറയാണ്, എൻ്റെ ജീവിതം ഇത്രയും നല്ലൊരു സീൻ ഞാൻ കണ്ടിട്ടില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരങ്ങൾ തമ്മിൽ ഒന്നിച്ച് വസിക്കുന്നതായിരിക്കും സ്വർഗവും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം. ഉറപ്പായിട്ടും നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇവരുടെ അനുഭവങ്ങളും ജോർജിയുടെ സംസാരമൊക്കെ പ്രയോജനപ്പെടുന്നു കരുതുന്നു. നമുക്കൊന്ന് നിന്ന് കുടുംബം പ്രാർത്ഥിക്കാം ഈ നിമിഷം, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി തന്നെ. എല്ലാവരും ഒന്ന് കണ്ണുകളൊക്കെ അടച്ച്, പറ്റുമെങ്കിൽ മക്കളൊക്കെ, പ്രത്യേകിച്ച് സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് നിന്ന് മാതാപിതാക്കൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കട്ടെ. ഈ നിമിഷം തന്നെ കർത്താവായ ഈശോയെ, നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെ, ചിലപ്പോൾ സഹോദരങ്ങളൊക്കെ വിദേശത്തൊക്കെ ആണെങ്കിൽ, പഠിക്കുന്നിടങ്ങളിലൊക്കെ ആണെങ്കിൽ അവരെ ആത്മന ഒന്ന് ചേർത്ത് പിടിക്കട്ടെ. ബാല്യത്തിലൊക്കെ എത്ര സന്തോഷത്തോടെ നമ്മൾ ജീവിച്ചതാണ്, എത്ര പങ്കുവെച്ചതാണ്. ആ സ്നേഹമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് മാപ്പപേക്ഷിച്ച സമയം പ്രാർത്ഥിക്കാം. ഏതെങ്കിലും സഹോദരങ്ങളൊക്കെ തമ്മിൽ ഇപ്പോഴും ഒത്തിരി ഗ്യാപ്പുകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ, ബന്ധങ്ങളൊക്കെ വിള്ളലുണ്ടായിട്ടുണ്ടെങ്കിൽ, വിദ്വേഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ സൗഖ്യദായകമായ കരം, അത്ഭുതത്തിന്റെ കരം നീട്ടി ആ മുറിക്കപ്പെട്ട ഇടങ്ങളെ, ബന്ധങ്ങളെയൊക്കെ ഒന്ന് സൗഖ്യമാക്കപ്പെടട്ടെ, കൂട്ടിച്ചേർക്കപ്പെടട്ടെ. ഏതെങ്കിലും മാതാപിതാക്കളൊക്കെ ഈ സമയം ഇത് കേട്ടപ്പോൾ, ഒരു അനുഭവങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് ആർക്കെങ്കിലും കുറ്റബോധമൊക്കെ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ നീ അവരോട് പൊറുക്കണമേ, അവർ നീ ആശ്വസിപ്പിക്കണമേ. ഏതെങ്കിലും മക്കളോട് കൂടുതൽ സ്നേഹം കരുതലൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ മറ്റു മക്കൾ ആ ഒരു കുറവ് അനുഭവിക്കുമ്പോൾ ആന്തരിക മുറിവുകളുണ്ടെങ്കിൽ തമ്പുരാനെ നിന്റെ സൗഖ്യത്തിന് വലതുകരം നീട്ടി അവരെ ആശ്വസിപ്പിക്കുകയും നിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തി അവരെ നീ സൗഖ്യം കൊടുക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, നിന്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമ്മേ, ഈശോയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശിഷ്യന്മാരെ നീ ഒന്ന് ചേർത്ത് ഒരേ ഹൃദയത്തോടെ സഹോദരന്മാരെ പോലെ വളർത്തിക്കൊണ്ട് വന്നില്ലേ? പരിശുദ്ധാത്മാവ് നീയല്ലേ അവർക്ക് മേടിച്ചു കൊടുത്തത്. ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മക്കള് ഒരേ ആത്മാവോടും ഒരേ ഹൃദയത്തോടും കൂടെ സ്വർഗത്തിലേക്ക് നോക്കാൻ അവർക്ക് ഈ നിമിഷം ആത്മാവിനെ അമ്മ സ്വർഗത്തിൽ നിന്ന് അയച്ചു തരണമേ. നമുക്കൊന്ന് ചേർന്ന് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവന്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കുഞ്ഞു കാര്യം കൂടി സാധിക്കുമെങ്കിൽ, നിങ്ങൾക്കുള്ള എല്ലാ സഹോദരങ്ങളുടെ എണ്ണം വെച്ച് നോക്കിയിട്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നന്മ നിറഞ്ഞു പറയുമേ ഇപ്പം തന്നെ സ്വർഗത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും സഹോദരങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി നാളായിട്ട് ശത്രുതയിലോ വിദ്വേഷത്തിലൊക്കെ ആയിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിളിക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചേക്കുക. തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മധുരമൊഴി